എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നില്ല, ഞങ്ങൾ സുഖമായിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളിക്കുണ്ടാകുന്ന വാട്ടരോഗം അതെങ്ങനെ നമുക്ക് തടയാം, അത് വരുന്നതിന് മുമ്പുള്ള മുൻകരുതലുകൾ, അത് വന്നു കഴിഞ്ഞിട്ടുള്ള പ്രതിവിധികൾ. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടുക്കളത്തോട്ടത്തിൽ പൊതുവെ തക്കാളി കായ്ക്കാനാകുമ്പോഴത്തേക്കും പൂ വിടുമ്പോഴത്തേക്കും അതെല്ലാം വാടിപ്പോവുകയും അതിന് ആ വാട്ടരോഗം ബാധിക്കുകയും ചെയ്യും. അതപ്പോൾ എങ്ങനെ നമുക്കത് തടുക്കാമെന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ബാക്ടീരിയ വളരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അധികമായിട്ട് നമ്മൾ തക്കാളിയുടെ ചൂട്ടി വെള്ളം കെട്ടി നിൽക്കുന്നതും ഈർപ്പവുമാണ് കേട്ടോ ഈ ബാക്ടീരിയ വളരാനുള്ള കാരണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇല്ലാതാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലീച്ചിങ് പൗഡറാട്ടോ ഇത്. ഈ ബ്ലീച്ചിങ് പൗഡർ 150 ഗ്രാമാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 150 ഗ്രാം ഇതാണ്ട് അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. 150 ഗ്രാമും 10 ലിറ്റർ വെള്ളത്തിലാട്ടോ ഇത് കലക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു കപ്പ് 1 ലിറ്റർ വെള്ളമാട്ടോ ഈ ഒരു കപ്പ്. ഇത് കണ്ടോ, 1000 ml. അപ്പോൾ 1 ലിറ്റർ വെള്ളമാണ്. അങ്ങനെ നമ്മൾ ഇനി 9 ലിറ്റർ വെള്ളവും കൂടി എടുക്കണം. അപ്പോൾ ഞാനിത് വെള്ളം എടുത്തിട്ട് കാണിക്കാം കേട്ടോ. 150 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുത്ത് 10 ലിറ്റർ വെള്ളത്തിലാട്ടോ ഞാൻ ഇത് കലക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 ലിറ്റർ വെള്ളത്തിൽ 150 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുത്ത് കലക്കിയിട്ട് ഇത് നമ്മുടെ തക്കാളിയുടെ ചൂട് വഴി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ വാടിയ തക്കാളി ഒന്ന് കാണിച്ചു തരാം. വാട്ടരോഗം വന്ന തക്കാളി ഇതേ കണ്ടോ, തയ്യ് നമ്മുടെ തക്കാളി കണ്ടോ, ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ആയതാ. ചെറിയ ചെറിയ പൂവെല്ലാം വരാൻ തുടങ്ങിയിട്ടാട്ടോ ആയത്. ഇത് നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെയുള്ള തക്കാളി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം നിർത്തിയതാണ്. ഇത് പറിച്ച് നമുക്ക് മാറ്റി കളയണം, ഇത് കത്തിച്ച് കളയണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ടീരിയ നമുക്ക് അത് അടുത്തത് നടുമ്പോഴും അതിലുണ്ടാകും. പിന്നെ നമുക്കിത് അറിയണമെങ്കിൽ ഇതിൻ്റെ ഒരു തണ്ട് ഒടിച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം മതി. നമുക്കറിയാം കേട്ടോ, ഒരു ഇതതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അങ്ങനെയാണ് നമുക്കിത് ഇതിൻ്റെ ബാക്ടീരിയ രോഗമാണോ എന്ന് നമുക്കറിയാവുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. നമുക്ക് വേറെ തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാണിക്കാം. ഇത് നമുക്കിങ്ങനെ തക്കാളിയുടെ ചൂട്ടോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇലയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നിന്ന തക്കാളിയാണ് കണ്ടോ, നല്ല തഴച്ച് നല്ല ആരോഗ്യത്തോടു കൂടി നിന്ന തക്കാളിയാണ്. ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ആയത് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നമുക്കിങ്ങനെ കണ്ടോ ഓരോ കപ്പ് നമ്മൾ ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിയിലുള്ള ഈർപ്പം പെട്ടെന്ന് ഉണങ്ങാനും ബാക്ടീരിയ വരാതിരിക്കാനും സാധിക്കും കേട്ടോ. മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ തണ്ടുകൾ വേരുകളൊന്നും കട്ട് ചെയ്ത് പോകാതിരിക്കാൻ നമ്മളൊന്ന് മണ്ണിളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് മരുന്ന് കഴിച്ചാൽ മതി. പിന്നെ നമ്മൾ സൂഡോമോണസ് നമ്മൾ തൈ നടുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം സൂഡോമോണസ് എടുത്ത് അതിൽ ലായനിയിൽ നമ്മൾ തൈകളൊന്ന് മുക്കി വെച്ചതിന് ശേഷം ഒന്ന് നട്ടു കൊടുക്കുക. അതുപോലെ ഞാൻ നട്ട തൈകളാണ് കണ്ടോ, നല്ല കരുത്തോടു കൂടി വന്നതാണ്. നോക്കി ഇലയൊക്കെ കണ്ടോ നല്ല ഇതായിട്ട് നിൽക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഇവർക്കൊന്നും ഞാൻ നൽകിയിട്ടില്ല കണ്ടോ. ഇത് പൂക്കൾ നിങ്ങൾക്ക് എത്രമാത്രം കാണാമെന്നറിയില്ല. ഇതേ പൂക്കളൊക്കെ കണ്ടോ, ഈ പൂക്കളൊക്കെ ആയി തുടങ്ങി. അപ്പോഴാണ് കേട്ടോ പെട്ടെന്നൊരു വാട്ടരോഗം വന്ന ചെടി നമുക്കവിടെ പിന്നെ നിർത്തുകയോ ചെയ്യരുത് കേട്ടോ. ബാക്കി എല്ലാത്തിനും കൂടി പടരും. ഇത് നമ്മൾ വഴുതന വെണ്ട ഒന്നും അതിൽ കൃഷി ചെയ്യാൻ പാടില്ല. ചെയ്തെടുത്താൽ നമ്മൾ പയറിടാം കേട്ടോ എന്ന് വെച്ചിട്ട് ആ ഭാഗത്ത് നമുക്ക് പയറിടുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. വഴുതനയും വെണ്ടയും തക്കാളിയും പിന്നെ നമ്മൾ പച്ചമുളകും അവിടെ പിന്നീട് കൃഷി ചെയ്യരുത് കേട്ടോ. നമ്മൾ എങ്ങനെയാണ് നമുക്കിത് രോഗം തടയാമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചെടിയിൽ രോഗം വന്നത് തയ്യ് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കലക്കി ഒന്ന് നമ്മുടെ തക്കാളിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പം നല്ലതുപോലെ നമുക്കതിൽ മാറ്റം ഉണ്ടാകും. അഥവാ നമുക്കിത് തക്കാളിയിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ചോടോടെ പറിച്ച് ദൂരെ കൊണ്ടേ കളയുക. പിന്നെ അതേ സ്ഥലത്ത് വഴുതനങ്ങയോ തക്കാളിയോ മുളകോ ഒന്നും കൃഷി ചെയ്യാതിരിക്കുക. കാരണം മറ്റുള്ള ചെടിയിലും കൂടി ആ രോഗം പടർന്നു പിടിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. തക്കാളി നമ്മളിത് വേരോടെ ഈ രോഗം വന്നത് പറിച്ച് നമ്മൾ കത്തിച്ച് കളയുക. പിന്നെ നമ്മൾ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനുപ്രഭ പിന്നെ ശക്തി മുക്തി എന്ന വിത്തുകൾ നല്ല ഇനം വിത്തുകളാണ്. അത് തിരഞ്ഞെടുത്ത് നമ്മൾ കൃഷി ചെയ്യുക. അപ്പം നമ്മൾ തക്കാളി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ നല്ലപോലെ കായ്ഫലവും കിട്ടും. പിന്നെ കായ്ഫലം ഉണ്ടാകുവാൻ വേണ്ടി പൂവിട്ട് നല്ലതുപോലെ കായ്ഫലം ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ചെയ്യാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കടലപ്പിണ്ണാക്ക് 2 ദിവസം കുതിർത്ത് വെച്ച് അതിൻ്റെ തെളി ഒരു 10 ലിറ്റർ വെള്ളത്തിൽ
കലക്കിയതിന് ശേഷം അതിൻ്റെ തെളി മാത്രം നമ്മളെടുത്ത് നമ്മുടെ തക്കാളിയുടെ ചൂടുവെടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കായകളുണ്ടാകും, പൂക്കളും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ തക്കാളിക്ക് വാട്ടരോഗം വരാതിരിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇത് മറക്കാതെ ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. മറക്കരുത്. 10 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 150 ഗ്രാമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നമ്മൾ 10 ലിറ്റർ വെള്ളത്തിൽ 150 ഗ്രാം